പാല പൂത്ത ദിവസമായിരുന്നു. വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ഞാൻ ഈ പാലച്ചുവട്ടിലെ പടിയിൽ കുറച്ച് ടൈം ഇരുന്നു. അവിടെ വരുന്നവർക്ക് പേഴ്സണാലിറ്റി മാറുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പകൽ പോലും ആളുകൾ വരാൻ ഭയക്കുന്ന കാവിൽ ആരാണ് ഈ രാത്രിയിൽ വിളക്ക് കത്തിച്ചത്? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കുറേ പേര് വന്നിട്ട് ചേച്ചി വീഡിയോ എന്തിയേ കുറച്ച് പേരെങ്കിലും വന്നിട്ട് സെക്കൻഡ് പാർട്ട് ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി. പക്ഷെ ഞാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട് മാറിയതിൻ്റെ സംഭവമൊക്കെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെയാണ് മനസ്സിലാവും. ഇത് വേറെ വീടാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയത് കൊണ്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊന്നും സെറ്റല്ല. അപ്പോൾ ഞാൻ ആ പറഞ്ഞു വെച്ച വീഡിയോ ഒന്ന് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് എൻഡ് ചെയ്യിപ്പിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ തവണ ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ ഒരു ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. അതിന് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒക്കെ ആയിട്ട് ആൾക്കാർ ഒത്തിരി കമൻറ്റ് ഇട്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടായിരുന്നു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വെച്ചിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു. കാരണം അതിൽ ഞാൻ കുറച്ച് ഫേക്കായിട്ട് പറഞ്ഞു, അങ്ങനെ എന്നൊക്കെ കുറച്ച് അലിഗേഷൻസ് പോലൊക്കെ പറഞ്ഞു. 2ാമത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിലും കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. എന്തൊക്കെ ആൾക്കാർ പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയില്ല. മീൻസ് ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ 2 സൈഡും ഉണ്ടല്ലോ എന്നുള്ള ഇതുപോലെ തന്നെ എൻ്റെ ബാക്കിലെ കർട്ടൻ മൂവ് ചെയ്യുന്നത് ഞാൻ ആരെയും നിർത്തിയതാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഭയങ്കര ഞാനങ്ങനെ ആരെയും നിർത്തിയൊന്നുമില്ല. ഞാൻ പിന്നെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ കുറേ സ്റ്റോറീസ് എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. കാരണം കുറേ പേര് പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിലൊന്ന് പറയൂ എന്ന്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കുറച്ച് സ്റ്റോറീസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്തെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അല്ലാണ്ട് ഫുൾ കണ്ടിട്ട് കുറ്റം പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ചാനൽ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തേക്കുന്നത് ഞാൻ വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഭയങ്കര പനിയുണ്ട്. മീൻസ് ജലദോഷവും പനിയൊക്കെയാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് ഇതുപോലെ ഞിഞ്ഞിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കേട്ട് നോക്കണം ഞാൻ എൻ്റെ സൗണ്ടായിട്ട് എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്യുക. എനിക്ക് ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് ഈ ഒരു സംഭവം അങ്ങനെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അത് ആദ്യമേ വേറെ പറയുക. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും അതിലൊത്തിരി മടങ്ങ് അപ്പുറത്താണ് ഓരോരുത്തർ കമൻറ്റ് ഇട്ടേക്കുന്നത് 2ാമത്തെ വീഡിയോയിലും ആദ്യത്തെ വീഡിയോയിലും ഒക്കെ. സോ നിങ്ങളുടെ പരാതി അങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കഥ എന്താ, എൻ്റെ സ്റ്റോറി എന്താ പറയാത്തതെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ രാജ് RP എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ഗോസ്റ്റ് ഒരു സങ്കല്പമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ 12 വർഷം മുൻപ് ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഇന്നും നിഗൂഢമായി നിൽക്കുന്നു. എനിക്കതിനെ സ്പർശിക്കാൻ പറ്റി. ഇതാണ് എന്നെ കുഴപ്പിച്ചത്. ചില കാവുകളിൽ മരിച്ചുപോയവരെ കൊടിയിരുത്തി ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. എൻ്റെ കുടുംബ വീട് ഒരു കാവാണ്. അതിൽ ക്ഷേത്രവും സർപ്പക്കാവും യക്ഷിക്കാവും കുറേ ഉപദേവതകളും പ്രതിഷ്ഠയുണ്ട്. അവിടെ 200 വർഷങ്ങൾക്ക് മുൻപ് ഒരു വെളിച്ചപ്പാട് ജീവിച്ചിരുന്നു. അങ്ങേരാണ് ഈ കാവിൽ പൂജ ചെയ്തിരുന്നത്. അയാളെയും അവിടെ കൽത്തറ കെട്ടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാവിൻ്റെ ഉള്ളിൽ ഒരു ഏകാന്ത തടവുകാരനെ പോലെ ഒരാളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അയാളെ ആരോ വെട്ടിക്കൊന്നതാണ്. അയാളുടെ ആത്മാവിനെ ആവാഹിച്ച് അവിടെ പൂജിച്ചിരുന്നു. എന്നാൽ 70 വർഷം മുൻപ് ഇതെല്ലാം നിന്നുപോയി. ഒരു കാവ് ഒരു പ്രേതാലയം പോലെ ഇപ്പോൾ അവിടെയുണ്ട്. ഞാൻ അവിടെ വിളക്ക് കത്തിക്കാൻ പോയി. കാവിൻ്റെ ഉള്ളിലൊരു പാലയുണ്ട്. അന്ന് ആ പാല പൂത്ത ദിവസമായിരുന്നു. വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ഞാൻ ഈ പാലച്ചുവട്ടിലെ പടിയിൽ കുറച്ച് ടൈം കിടന്നു. അവിടെ വരുന്നവർക്ക് പേഴ്സണാലിറ്റി മാറുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ചില ആത്മാക്കളിൽ ആരെങ്കിലും ശരീരത്തിൽ കയറും. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളെല്ലാം ഇതുപോലെ ശരീരത്തിൽ കയറുന്ന ആ വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് അവിടെ പൂജകൾ നടത്തിയിരുന്നത്. ഈ ചരിത്രമെല്ലാം എനിക്കറിയാം. ഞാൻ അങ്ങനെ കുറച്ച് ടൈം അവിടെ കിടന്നപ്പോൾ എൻ്റെ ബോധം പോയി, ഉറങ്ങിപ്പോയ പോലെ. ഉണർന്നപ്പോൾ ഏകദേശം ഒരു രാത്രി 1 മണിയൊക്കെയായി. ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ആ കാവ് മൊത്തം ദീപം തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ ആദ്യം ഒന്ന് അമ്പരന്നു. പകൽ പോലും ആളുകൾ വരാൻ ഭയക്കുന്ന കാവിൽ ആരാണ് ഈ രാത്രിയിൽ വിളക്ക് കത്തിച്ചത്? ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം കരിയും എണ്ണയും പുരണ്ടിരിക്കുന്നു. അത് ഞാൻ തന്നെ ആയിരുന്നു കത്തിച്ചത്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരാൾ ചെയ്തതുപോലെ ഞാൻ വിളക്ക് കത്തിച്ചു. എൻ്റെ ശരീരം മറ്റൊരാൾ ഉപയോഗിച്ചു എന്ന് പറയാം. പിന്നീട് രാത്രി കാലങ്ങളിൽ ഞാൻ അവിടെ പോകുന്നത് പതിവാക്കി. ഒരിക്കൽ ഇതുപോലെ ആ പാലച്ചുവട്ടിൽ കിടന്നപ്പോൾ ഒരു സ്ത്രീരൂപം നടന്നു വരുന്നത് കണ്ടു. അവൾ ആ കാവിലേക്ക് യക്ഷിയുടെ ആ കാൽത്തറയിൽ കയറി
പത്മാസനത്തിലിരുന്നു. ആ കാഴ്ച കണ്ടാൽ ആരും ഭയന്നു പോകും. അവൾ പേഴ്സണാലിറ്റി മാറി വന്നതാണ് അർത്ഥബോധാവസ്ഥയിൽ. പിന്നെ നെക്സ്റ്റ് ഗോഡ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് 2008 ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ഉടുമ്പന്നൂരിലായിരുന്നു ഞങ്ങളുടെ വീട്. പാപ്പന് വയ്യാതെയായിട്ട് നോക്കാനാണ് ഞാനും അമ്മയും അവിടെ പോയി നിന്നത്. പപ്പ എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ സ്കൂളിൽ ഞാൻ 8ാം ക്ലാസ്സിൽ ചേർന്നു. ഒരു ദിവസം രാത്രി അപ്പാപ്പനെ പെട്ടെന്ന് വയ്യാതെ വന്നു. ഞാൻ രാത്രി ഓടിപ്പോയി അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ കാറുമായി വന്നു. വേറെ ഒരു ചേട്ടനും ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അപ്പാപ്പനെ എടുത്ത് മുതലക്കുടം ഹോസ്പിറ്റലിലേക്ക് പോയി. ഏറ്റവും അടുത്ത ആ ഹോസ്പിറ്റലായിരുന്നു അത്. ഏകദേശം 15 കിലോമീറ്റർ. സമയം രാത്രി 12 കഴിഞ്ഞു. കൃത്യമായിട്ട് ഓർമ്മയില്ല. പോകുന്ന വഴി വളരെ അപകടം പിടിച്ച് ഒത്തിരി ആക്സിഡന്റ് നടക്കുന്നൊരു വളവുണ്ട്. ഞറുകുറ്റി എന്നാണ് പേര്. അവിടെ എത്തിയതിന് തൊട്ട് മുമ്പ് വെള്ളസാരി ഉടുത്ത് ഒരു സ്ത്രീ റോഡ് സൈഡിൽ അനങ്ങാതെ നിൽക്കുന്നത് എല്ലാവരും കണ്ടു. നിർത്തേണ്ട ചേട്ടായി, ചവിട്ടി വിട്ടു എന്ന് മറ്റോ ആ ചേട്ടൻ പറഞ്ഞു. അപ്പം കാറ് ആ രൂപത്തെ മറികടന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരുമില്ല. അവർ പരസ്പരം വട്ടുകേസായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടു. പിന്നെ എല്ലാവരും ആ കേസ് വിട്ടു. ഹോസ്പിറ്റലിൽ ഓട്ടോ ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ആ രാത്രി വണ്ടി ഒന്നും അങ്ങനെ വരാത്ത വഴിയിൽ എന്തിനങ്ങനെയുള്ള ഒരു സ്ത്രീ നിൽക്കണം? പ്രത്യേകിച്ച് 2008 ഇങ്ങനത്തെ അത്രയും പോലും വണ്ടികളില്ല. വട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ തിരിഞ്ഞു നോക്കിയ സെക്കൻഡ് കൊണ്ട് അവരെവിടേക്ക് മറഞ്ഞു? എനിക്ക് ഇന്നും അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. അത് ഓർമ്മയിൽ നിന്ന് പോകുന്നുമില്ല. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ പേടിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ പിന്നെ ആ പേടി ഉണ്ടായിട്ടില്ല. കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ട് ബബിത ബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന്, ചേച്ചി പാർട്ട് 2 ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി കൂടെ വായിക്കാൻ ശ്രമിക്കണേ. ഞാൻ 6ൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്ന് ക്യാമ്പൊക്കെ കഴിഞ്ഞ് രാത്രി ക്ലാസ്സിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ നിൽക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഓജോ ബോർഡ് എടുത്ത് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഫണ്ടിന് വേണ്ടി കളിക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ 5 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ കളിക്കാൻ തുടങ്ങി. ഒന്നും വന്നില്ല. ഞങ്ങൾ നിർത്തി. ഞാനും എൻ്റെ 5 ഫ്രണ്ട്സും നിരന്ന് കിടന്ന് എനിക്കും എൻ്റെ അടുത്ത് കിടന്ന ഫ്രണ്ടിനും ഉറക്കം വന്നില്ല. അപ്പോൾ വിൻഡോയുടെ സൈഡിൽ എന്തോ ഒരു അനക്കം എനിക്ക് കേട്ടു. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അവളും പറഞ്ഞു എനിക്കും എന്തോ പോലെ ഒന്ന് കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ വാതിലിൽ അര മുട്ടുന്നത് പോലെ ശബ്ദം കേട്ടു. ഞങ്ങൾക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ ബാക്കി ഫ്രണ്ട്സിനെയും ഉണർത്തി. അപ്പോൾ എല്ലാവരും ഉണർന്നു. ഞങ്ങളുടെ അടുത്ത് ഓജോ ബോർഡ് കളിക്കാമെന്ന് പറഞ്ഞ് അവളെ ഞങ്ങൾ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞു. വായി വന്ന എല്ലാ ചീത്തയും പറഞ്ഞു. നീ കാരണം ആ ഓജോ ബോർഡ് കളിച്ചേ, ഇപ്പോൾ ആ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് വലിയ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു. ബാക്കി എല്ലാവരും ധൈര്യത്തോടെ ലൈറ്റൊക്കെ ഇട്ട് വാതിൽ തുറന്ന് ഒരുത്തി രാമായണമൊക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുള്ള ധൈര്യം വെച്ച് തുറന്നു. കഥകിൽ കൊട്ടിയത് ടീച്ചറായിരുന്നു. മക്കളെ എക്സ്ട്രാ പുതപ്പുണ്ടോ? ഞങ്ങളാണെങ്കിൽ പേടിച്ചൊരു വഴിയായി. ടീച്ചർ എക്സ്ട്രാ പുതപ്പുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിയാണ് വരുന്നത്. രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഓജോ ബോർഡ് കളിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എൻ്റെ അടുത്ത് കിടന്ന ഫ്രണ്ടിനും വിൻഡോയുടെ സൈഡിലായി എന്തോ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി പറഞ്ഞേക്കുന്നത് അനഘ MS. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10ൽ പഠിക്കുന്ന ടൈമിൽ സ്കൂളും വീടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് പോയി വരിക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ചെന്ന് ഒരു മാസത്തോളം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇലുമിനാറ്റിയെ പറ്റി കേൾക്കുന്നത്. അതും ചേച്ചിയും ചേട്ടനും പറഞ്ഞ് ഇൻട്രസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് കേട്ടിരുന്നു. നൈറ്റ് ഒരു 1 മണി വരെ ഞങ്ങൾ അതും സംസാരിച്ചിരുന്നു. ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. ഒരു 3:23 ആയപ്പോൾ ഉറക്കത്തിൽ ചേച്ചിയുടെ മേത്തോട്ട് കാലെടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ഞാൻ വിചാരിച്ച് ബാത്റൂമിലായിരിക്കും എന്ന് നോക്കിയപ്പോൾ ഡോറ് പുറത്തുനിന്ന് ലോക്ക്ഡായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചി ആൻറ്റിയുടെ അടുത്ത് പോയി കിടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ നൈറ്റ് റൂം വരെ പോകാനുള്ള ഗട്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മൂടി പൊതച്ച് കിടന്ന് അപ്പോൾ റൂമിലൂടെ ആരും നടക്കണ പോലെ ഫീൽ ചെയ്തു. അതായത് നമ്മുടെ അടുത്തുകൂടെ പെട്ടെന്ന് ആരെങ്കിലും പോയ ഒരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ, അതുപോലെ ആയിരുന്നു. ഞാൻ പുതപ്പ് മാറ്റി നോക്കി, ഒന്നുമില്ല. അടുത്ത വീട്ടിലെ ബൾബിന്റെ ലൈറ്റ് റൂമിൽ നല്ലപോലെ ഉണ്ട്. അങ്ങനെ വീണ്ടും കിടന്നു. പിന്നീട് ഉണ്ടായത് ആരോ എൻ്റെ അടുത്ത് വന്ന് ബ്രീത്ത് എടുക്കുകയും വിടുകയും ചെയ്യുന്ന പോലെ ഒരു സൗണ്ടാണ്. എന്നാൽ ആ റൂമിൽ ആരും ഇല്ലാതാനും. അപ്പം നല്ലപോലെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, നീ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെയും വിളിച്ചുകൊണ്ട് പോകാൻ പാടില്ലേ? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതിന് മുന്നേ ആയിട്ട് ചേച്ചി എന്നോട് പറയാം. ഒരു 3 ആയപ്പോൾ ഞാനൊരു സൗണ്ട് കേട്ട എഴുന്നേക്കുന്നത്. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ആരോ പാസ് ചെയ്യുന്ന പോലെ കണ്ടു. എന്നാൽ ലൈറ്റിൻ്റെ ആയിരിക്കുമെന്ന് ഓർത്ത് കിടന്നു. എന്നാൽ പൈപ്പ് തുറക്കുന്ന സൗണ്ട് വരും. സെക്കൻഡ്സ് കൊണ്ട് കെടും. സെക്കൻഡ്സ് കൊണ്ട് അത് നിൽക്കും.
അത് നിന്ന് അങ്ങനെ പേടിച്ച് ആൻറ്റിയുടെ അടുത്തേക്ക് പോയി കിടന്നതാണെന്ന്. പിന്നെ അനശ്വര സന്തോഷ്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് പഠിക്കുമായിരുന്നു. പെട്ടെന്ന് ആരോ എൻ്റെ കഴുത്തിൽ തൊട്ടു. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെയും ആരോ എൻ്റെ കയ്യിൽ തൊട്ടു. പിന്നെ ഞാൻ റൂമിൽ ഇരുന്നില്ല. പിന്നെയും റാണി ബിജു, ചേച്ചി പാർട്ട് 2 വേണം. അനുഭവം എനിക്കുണ്ട് ചേച്ചി. ഞാൻ പഠിച്ച സ്കൂളിൽ വെച്ച് എനിക്കുണ്ടായതാണ്. രാത്രി 10 മണിക്ക് അതുവഴി പോയി ഞാൻ. അവിടെ നോക്കിയപ്പോൾ കണ്ടു ഒരു കറുത്ത രൂപം. എനിക്കത് മറക്കാൻ പറ്റില്ല. കുറേ ഉണ്ട്, പക്ഷെ ചേച്ചിക്ക് കുറേ വായിക്കണം, അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം ചേച്ചി. ഇനി അടുത്തത് അനൂപ് രാധാകൃഷ്ണൻ, എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2014 ഉണ്ടായതാണ്. ഇത് ഹൈദരാബാദ് ഗോൾക്കൊണ്ട ബ്രാക്കറ്റിലെ ആർട്ടിലറി ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ വെളുപ്പിനെ ഒരു 2-3 ഇടയ്ക്ക്. ഫെബ്രുവരി മാസമാണ്. വെളിയിൽ നല്ല തണുപ്പുണ്ട്. ബെഡ്ഷീറ്റ് നല്ല ഹാർഡായിട്ടുള്ള വൂളൻ്റെ ആയിരുന്നു. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ബെഡ്ഷീറ്റ് മീൻസ് വൂളനായിരിക്കും. അപ്പോൾ അത് തന്നെ താഴോട്ട് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അത് ഞാൻ പിടിച്ച് മേലോട്ടിടും. പിന്നീടും പതിയെ താഴോട്ട് പോകും. അങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഫീൽ ചെയ്തു. തോന്നിയിട്ടില്ല, അത് കറക്റ്റായിട്ട് നടന്നതായിരുന്നു. പിന്നെ ഏറ്റവും പേടിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരോ കിടന്നുറങ്ങുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എൻ്റെ ഹിന്ദിക്കാർ ഫ്രണ്ട്സിനോട് ഇത് പറഞ്ഞിരുന്നു. ആരും വിശ്വസിച്ചില്ല. ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ഒത്തിരി മർഡർ, മസാക്രി, കൂട്ടക്കൊല, സൂയിസൈഡ് ഒക്കെ നടന്നിട്ടുള്ളയാ എന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ക്ലൗഡി മൂൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. ഞങ്ങൾ റെൻറ്റിന് താമസിച്ചിരുന്ന വീട് എൻ്റെ മക്കൾക്ക് മാത്രം 6ൽ പഠിക്കുമ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഉപദ്രവം പോലെ അടി, ഇടി എക്സെട്ര ചില പ്രത്യേക ടൈമിൽ. പിന്നെ അവൾക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ കയറാൻ തന്നെ പറ്റാതായി. ലാസ്റ്റ് ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറി. സിലിയ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പ്രേതമാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടുത്തെ കാവിൽ ഉത്സവം ഉള്ളൊരു ദിവസമായിരുന്നു. അന്ന് ഞാനും എൻ്റെ അച്ചാച്ചനും അമ്മയും ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് വീട്ടിൻ്റെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ചുമരിൻ്റെ സൈഡിലൊരു കറുത്ത രൂപം നിൽക്കുന്നത് കണ്ടു. മുഖമൊക്കെ കറുപ്പായിരുന്നു. അത് എന്നെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അച്ചാച്ചനോടും അമ്മയോടും അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് അവിടെ നിന്ന് ഒരാളിനെ നോക്കിയെന്ന് പറഞ്ഞ് അവിടേക്ക് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അതൊരു മനുഷ്യനാണെങ്കിൽ ഓഡിയോ ശബ്ദമെങ്കിലും കേൾക്കും, അതൊന്നും കേട്ടില്ല. അനിൽകുമാർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ഇത് ആര് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കട്ടിൽ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ കഥയിലാരും മുക്കി. അപ്പോൾ കഥയിലാരും മുക്കിയോ? ഞാൻ വിചാരിച്ചു അമ്മയും അച്ഛനും പുറത്ത് പോയിരിക്കുമായിരുന്നു, അവർ വന്നതായിരിക്കും. കഥയിലാരോ മുട്ടി, അതായിരിക്കും. അപ്പോൾ തുറന്നു നോക്കി, അവിടെ ആരുമില്ലായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കട്ടിൽ ചെറുതായി ചെരിഞ്ഞു കിടക്കുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണെന്ന്. ഞാൻ കട്ടിൽ നേരെയാക്കി സൈഡിൽ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിരുന്ന ജഗ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ എൻ്റെ കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചു. എന്നാൽ ഞാൻ ആ കുപ്പിയിലേക്ക് വെള്ളം ശകലം കുടിക്കുകയും ഓരോ നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. കുപ്പിയിലെ വെള്ളം തീർന്നു. എൻ്റെ കയ്യിൽ നിന്നും കുപ്പിയുടെ അടപ്പ് തെറിച്ചു പോയത് ഞാൻ കാര്യമാക്കിയില്ല. കുപ്പി സൈഡിലെ ജനലിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അടപ്പും കുപ്പിയും ടേബിളിലിരിക്കുന്നത് കണ്ടു. എനിക്ക് സത്യമായിട്ടും പേടിയായി. ഞാൻ ശരിക്കും പറയുന്ന കഥയാണ്. പിന്നീട് ഞാൻ ഇതുവരെയും ആ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല. പിന്നെ സിലിയ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വേറൊരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു അനുഭവം ഉണ്ടായത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കായിരുന്നു. ഞാനും അമ്മയും അവളും രാത്രി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ജനലിൻ്റെ സൈഡിൽ കൂടെ ആരോ നടന്നു പോകുന്ന നിഴൽ കണ്ടുവെന്ന്. ആ ഭാഗത്തേക്ക് ആരും വരാൻ ചാൻസ് ഇല്ല. കാരണം പിറകിൽ ആൾതാമസം ഇല്ലാത്തൊരു വീടാണ്. പിന്നെ ഉള്ളത് വയലാണ്. ഇവിടെയാണെങ്കിൽ പുല്ല് വളർന്നിട്ട് ഒരാൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ഞാനൊരു വടിയും കൈ പിടിച്ച് അവളൊരു ടോർച്ചും പിടിച്ച് ഞങ്ങൾ പോയി നോക്കി. എല്ലാ ഭാഗത്തും ടോർച്ച് അടിച്ച് നോക്കി, ഒന്നും കണ്ടില്ല. പിന്നെ ഒരു ദിവസം രാത്രി അവൾ പുറത്ത് നിന്ന് പാത്രം കഴുകുമായിരുന്നു. പുറത്ത് ഗ്രിൽസ് ഇട്ടതാണ് മുറ്റത്ത്. വീടിൻ്റെ സൈഡിൽ കുറേ വാഴ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പേടിച്ച് അകത്ത് വന്ന് ഞങ്ങളോട് പറഞ്ഞു ആരോ ആ വാഴയുടെ സൈഡിൽ നിന്ന് നടന്നു പോയിന്ന് പറഞ്ഞു. വാഴയുടെ ഇല അനങ്ങിയതാവും, നടന്നതുപോലെ തോന്നിയതാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നടക്കുന്നതെല്ലാം സൗണ്ട് കേട്ടു. എൻ്റെ ഭർത്താവും ഞാനും മുറ്റത്തിറങ്ങി ആ വാഴയുടെ സൈഡിൽ കൂടെ പോയി നോക്കി. ടോർച്ച് അടിച്ചത് നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ആരും നടക്കുന്ന സൗണ്ട് ഒന്നും ഞങ്ങൾ കേട്ടില്ല. റെയ്ഹാന റയൂസ്, ഞാൻ പണ്ട് നിന്ന കോട്ടേജിൽ ഒരു രാത്രി ഉറങ്ങാൻ കിടന്നാൽ പാതിരയാവും എപ്പോഴും ചിലങ്കയുടെ സൗണ്ട് കേൾക്കാറുണ്ട്. വീടിൻ്റെ സൈഡിൽ ഒരു കിണറുണ്ട്. ആ ഭാഗത്തുനിന്ന് സൗണ്ട് കേൾക്കൽ. സൗണ്ട് മാത്രം കേൾക്കണത് കൊണ്ടും സിബ്ലിങ്സ് കൂടെ ഉള്ളത് കൊണ്ടും പേടിയില്ലായിരുന്നു. പിന്നെ ഡെയിലി കേൾക്കണത് കൊണ്ടും അപ്പുറത്തെ വീട്ടിലെ അമ്മുമ്മയാണ് ഈ സൗണ്ട് കേൾക്കാറുണ്ട് ആ ഭാഗത്ത് നിന്ന്. ആ അമ്മാമ്മ ഈ കാര്യം പണ്ട് ഉമ്മാനോട് പറഞ്ഞിരുന്നു. സന്ധ്യ രമേഷ് സന്ധ്യാമ്മ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇതുപോലെ കുറേ തവണ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ അപ്പച്ചിയും റൂമിൽ കിടന്ന് ഫോണൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി കിടക്കുകയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വിൻഡോയിൽ നോക്കിയപ്പോൾ ഒരു മെലിഞ്ഞ ബോഡി ഉള്ള ഒരു പെൺകുട്ടി ജസ്റ്റ് 2-3 സെക്കൻഡ്സ് നോക്കി പാസ് ചെയ്ത് പോയി. പക്ഷേ ഇത് ആരോടും പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല.
ദെൻ ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലാണ്. ഒരു ദിവസം അപ്പുറത്തെ റൂമിലെ പിള്ളേർ കുറേ പേര് വീട്ടിലൊക്കെ പോയിട്ട് എന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ആ റൂമിൽ പോയി കിടന്നു. കുറച്ച് ഉറങ്ങി വന്നപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു തണുത്ത കൈ വന്ന് പിടിച്ച് തലവണയിലോട്ട് ഒറ്റ അമക്ക്. ഞാൻ പെട്ടെന്ന് പേടിച്ച് ഉണർന്ന്. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പിന്നെ ആ കോളേജ് സീനിയേഴ്സ് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ പിന്നെ ഹോസ്റ്റൽ ഒരു ബിൽഡിങ് 2 റൂമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു റൂമിൽ 5 പേരാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ ഞാൻ ഞങ്ങളുടെ റൂമിൽ തന്നെ പോയി മൊബൈൽ നോക്കാൻ. പെട്ടെന്ന് ടോയ്ലറ്റ് ഫ്ലഷൊക്കെ ഓണാക്കി. അതുപോലെ ആ ഹോസ്റ്റൽ റൂം കതകിൽ എപ്പോഴും ആരോ പൊട്ടുന്ന സൗണ്ടൊക്കെയാണ്. അത് പുറത്തു നിന്ന് കൂട്ടാൻ പറ്റില്ല, ബാൽക്കണിയാണ്. അപ്പോൾ അകത്തുനിന്ന് തുറക്കാനൊക്കെ പറ്റും. ആ കോളേജ് ഹോസ്റ്റൽ മണ്ടയിൽ നിന്ന് എന്തോ കുറേ കുട്ടികൾ മരിച്ചത് അത് തന്നെ അല്ലാട്ട് അടുത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടെ ആണെങ്കിൽ എന്നും മരണമാണ്. ഇതെപ്പോഴും ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കണം എന്നില്ല. സ്റ്റോറീസ് ഓഫ് ടൂളിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് എൻ്റെ പപ്പയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റ് 1 വീക്ക് ബിഫോർ പപ്പയുടെ ഫാദറിൻ്റെ സെക്കൻഡ് ബ്രോ ഡോക്ടർ വീട്ടിൽ പോയി. ദെൻ പുള്ളി ഓക്കെ ആയിരുന്നു. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞിട്ട് 11 മണി ഈ ഒരു ടൈമിൽ ലേറ്റായി ലേറ്റായിട്ടാണ് കിടന്നതും 4 മണിയൊക്കെ വരെ പപ്പ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ തന്നെ പുള്ളി മരിച്ചു എന്നും പറഞ്ഞ് കോള് വന്നു. പിന്നീടാണ് പപ്പ ഉറങ്ങിയത്. ഇനി അടുത്തത് ബ്ലോസം എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്. എനിക്കും ഒരു അനുഭവമുണ്ട്. ഞാനും എൻ്റെ കസിനും കളിക്കുകയായിരുന്നു. എൻ്റെ ഉമ്മായും ഉപ്പായും ഉംറയ്ക്ക് പോയിരുന്നു. അന്ന് രാത്രി അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് എൻ്റെ ഉമ്മായും കുടുംബക്കാരും പോയി. ഞങ്ങൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കസിൻ ഉമ്മാമ്മ ഉണ്ടായിരുന്നു, 2 ഉമ്മാമ്മ ആൻഡ് ഒരാൾ കിച്ചണിലായിരുന്നു, ഒരാൾ ടേബിളിൻ്റെ ചെയറിൽ കിടക്കുകയായിരുന്നു. ഞങ്ങൾ ടേബിളിൻ്റെ അടുത്ത് പോയി ഓജബോർഡ് കളിച്ചു. ഞാൻ പേടിച്ചു മാറി നിന്ന് ഖുറാൻ പിടിച്ച് നിന്നു. അപ്പോൾ ഇവർ കളിച്ച് പെട്ടെന്ന് ലൈറ്റ് ഓഫായി. ഞങ്ങൾ പേടിച്ച് കൂക്കിയിട്ട് പെടാൻ ചെയറിൽ കിടന്ന ഉമ്മാമ്മയെ പേടിച്ച് വിയർക്കാൻ പോയി. പെട്ടെന്ന് ലൈറ്റ് വന്നു. ഞങ്ങൾ ഓജബോർഡ് മാറ്റാൻ പോയപ്പോൾ കോയിൻ കാണുന്നില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും തിരഞ്ഞു. എവിടെയൊക്കെയോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മാമ്മ ഉംറ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കോയിൻ കിട്ടി. അന്ന് ഇപ്പോൾ എൻ്റെ കസിൻ്റെ ഉപ്പ ന്യൂ ഹൗസ് എടുത്ത് മറ്റേത് ഒരു ഫാമിലിക്ക് കൊടുത്ത ഞാൻ ചേച്ചീനെ ട്രസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് എനിക്കും ചെറിയ അനുഭവം ഉണ്ട്, കുറേ ഇയറായി നടന്നിട്ട്. എനിക്ക് ലാംഗ്വേജ് ചിലത് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ ഒരു അക്കൗണ്ട് ഗ്ലോസി ലാലലല്ല അത് അക്കൗണ്ടിൻ്റെ പേര്. ഞാൻ കോഞ്ചറിങ് കണ്ട ടൈം ഹാഫ് കണ്ടു. എൻ്റെ സിസ്റ്റർ സെഡ് ലെറ്റ് us see it after few minutes. I say okay. All people in my house slept but I did not sleep. We were watching it in laptop, so the screen is on. I heard a girl scream. I hear bell sound, baby cry. My mother asked me to check time and ഞാൻ ടൈം നോക്കാൻ പോയപ്പോൾ very horror sound heard from my laptop. I ran and said to my sister a sound was heard from laptop but she didn't find anything. That sound is still mystery. ഇനി അടുത്തത് അൻഷിറ നിഹാൽ. ഞാൻ എൻ്റെ അനുഭവം പറയണ്ട എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ചേച്ചി രണ്ടാമത്തെ ആളുടെ അനുഭവം വാച്ചിലെ ഖത്തറിലുണ്ടായ സംഭവം അപ്പോഴാണ് എനിക്ക് ഉണ്ടായത് പറയണം എന്ന് തോന്നിയത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒപ്പം ഒമാനിലാണ്. രാവിലെ പുള്ളിക്കാരൻ ജോലിക്ക് പോകും. ഒരു 8 മണിക്ക് അന്നേരം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഉറങ്ങാൻ കിടക്കും. ആള് പോയാൽ അവിടെ ഇവിടെ ഓരോ സൗണ്ട് കേൾക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് ഒറ്റയ്ക്കായതുകൊണ്ട് ഓരോന്ന് ആലോചിച്ചിട്ടുണ്ടാവുന്ന ഉണ്ടാവുന്ന സൗണ്ട്സ് ആണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഒരു ദിവസം ആൾ പോയപ്പോൾ ഞാൻ കിടന്നു. കണ്ണടച്ചതും ഒരാൾ എൻ്റെ ദേഹത്തേക്ക് കയറി കിടന്നു. അപ്പോൾ ആകെ സ്റ്റക്കായതുപോലെയായി. അപ്പോൾ തന്നെ കണ്ണു തുറന്നപ്പോൾ ആരുമില്ല, അതൊരു ബോയിയാണ്. എൻ്റെ മുന്നേ ഇനി ഇത് വേറെ ആൾക്കാർ പലരും പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരും തുറന്ന് പറയുകയില്ല. പിന്നെ രമ്യ സതീഷ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ രാത്രി കുറേ കഴിഞ്ഞാണ് കിടന്നുറങ്ങുക. കിടക്കാൻ നേരം പുറത്തുനിന്ന് ഒരു പട്ടിയുടെ സൗണ്ട്, ഒരു കൂവൽ കേട്ടു. ആരും അത് മൈൻഡാക്കിയില്ല. പിന്നെ എല്ലാവരും ഉറങ്ങി. പെട്ടെന്ന് ഞാനൊരു ചിലങ്കയുടെ സൗണ്ട് കേട്ടു. പെട്ടെന്ന് എൻ്റെ പുതപ്പ് ആരോ വലിച്ച് ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് അമ്മാമ്മയെ വിളിച്ചു. അമ്മാമ്മ പിന്നെ വേറെ പുതപ്പും തന്നു. ബട്ട് അന്ന് വിൻഡോ തുറന്നപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് സാധനം പാസ് ചെയ്തു. ഇനി അടുത്ത റീജ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ പാർട്ട് 2 വേണം. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരാൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏഴംകുളത്തുള്ള ഒരു പള്ളിയിൽ ചേട്ടൻ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഇന്നും
നൈറ്റ് 8 അല്ലെങ്കിൽ 9 ആകുമ്പോൾ ആ ചേട്ടന് സെമിത്തേരിയിൽ പോകും. എന്നിട്ട് അവൻ്റെ ലൈനിനെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ നൈറ്റ് അവൻ പോയി വിളിച്ച് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പുറകിൽ ആരോ നടക്കുന്ന പോലെ തോന്നി. അവൻ തിരിഞ്ഞു നോക്കി, ആരുമില്ല. അവൻ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ എന്തോ പെശക് തോന്നി ഓടി. അപ്പോൾ അവനേക്കാളും സ്പീഡിൽ ഒരു രൂപം ഓടുന്നു. അവനാകെ പേടിച്ച് ബൈക്ക് എടുത്ത് വീട്ടിലെത്തിപ്പോയി പുതപ്പ് മൂടി ഉറങ്ങി എഴുന്നേറ്റ്. പിറ്റേ ഡേ മോർണിംഗ് അവന് പനി ഭയങ്കരമായി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും കണ്ട് പേടിച്ചോന്ന്. അവൻ കാര്യം പറഞ്ഞു, ചേച്ചി ഇത് പാർട്ട് 2 പറയണേ പ്ലീസ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒറ്റ ടൈമിൽ കുറച്ച് കോമഡി ആയിട്ട് തോന്നിയിട്ട്, ഇവിടെ നാട്ടിലെങ്ങനെ സ്ഥലം തന്നെ കൊണ്ടാണോ സെമിത്തേരി പോയിട്ടിരിക്കുന്നത്. അയ്യോ. ഇനിയിപ്പോൾ ഒരാൾ റിൻസി കോസി ക്യാൻവാസ്. ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ബട്ട് ആഗ്രഹമുണ്ട്. നിനക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. എൻ്റെ ഫ്രണ്ടാണവള്. ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്തിരുന്ന കാലം ഞങ്ങൾ 3 പേര് കൂടി ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. 2 കൊല്ലം മുമ്പ് ഒരു പയ്യൻ അവിടെ അടുക്കളയിൽ തൂങ്ങി മരിച്ചിരുന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷെ പേടിയില്ലായിരുന്നു. അതിനുശേഷം കുറേ സാറുമാരൊക്കെ വന്ന് താമസിച്ചിരുന്നു. പ്രശ്നമൊന്നുമില്ലായിരുന്നു. അടുക്കളയൊന്നും തുറക്കാറില്ല, അടച്ചിടും. ഒരിക്കൽ ഞാൻ ബാക്കിലെ വാതിൽ പൂട്ടി ഒരുത്തനും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ അത് ജസ്റ്റ് തുറന്നു നടക്കുന്ന കണ്ടു. അന്നേരം ഞാൻ കരുതി ഞാൻ അടയ്ക്കാൻ മറന്നതായിരിക്കുമെന്ന്. അപ്പോൾ എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഇതുപോലെ ഒരു ദിവസം സാർ അവിടെ നിൽക്കാൻ വന്ന് അങ്ങേരെ ഒരു അരവട്ടരായിരുന്നു. പക്ഷേ ആളും വേറൊരുത്തനും ഹാളിൽ 2 കട്ടിലിലാണ് കിടന്നത്. അന്ന് പാതിരാത്രി ഈ മനുഷ്യൻ ഞെട്ടി എഴുന്നേറ്റ് ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ എഴുന്നേറ്റ് ഓടി ചെന്നപ്പോൾ പറഞ്ഞു അപ്പുറത്ത് കിടക്കുന്ന പയ്യൻ്റെ കാൽപാദവും പുതപ്പും കൂടി പൊങ്ങി വന്ന് ഒരാളുടെ ഹൈറ്റിൽ വന്നതുപോലെ കണ്ടുവെന്ന്. അന്ന് ഞങ്ങൾ കുറേ കളിയാക്കി അങ്ങേരെ. പക്ഷെ ഇപ്പോൾ പേടിയാവുന്നു, അത് ശരിക്കും അങ്ങേരെ കണ്ടതാവുമെന്ന്. ഇനി സഫാലിയ സായൂജ്യ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ചേച്ചി ഒരു ദിവസം അമ്മ വീട്ടിൽ അപ്പൂപ്പൻ്റെ മരണത്തിന് പോയപ്പോൾ എൻ്റെ അപ്പൂപ്പൻ പണിത ഒരു ഷീറ്റൊക്കെ ഇട്ട് ഒരു കൊട്ടിലിട്ടിട്ടുണ്ട്. അതിൽ ലൈറ്റ് ഇടാനും ഒരു കട്ടിലിട്ടിട്ടുണ്ടെന്നായിരിക്കും. അതിൽ ലൈറ്റ് ഇടാനും ഓഫ് ആക്കാനും ഒരു സ്വിച്ചേ ഉള്ളൂ. അന്ന് രാത്രി മാമി കൊട്ടിലിൽ തുണി വിരിച്ചിട്ട് എടുക്കാൻ പോയപ്പോൾ കറണ്ട് പെട്ടെന്ന് പോയി. മാമി കറണ്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ ഫോണിൽ ആരോ വിളിച്ചു. ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് കട്ടായി. മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. മാമി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. അമ്മൂമ്മ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ് പോയി. രാത്രി 2:13 പോയത്. പിന്നെ അമ്മൂമ്മയുടെ നിലവിളിയാണ് കേട്ടത്. അമ്മൂമ്മ ഒരു കറുത്ത നീളമുള്ള രൂപം കണ്ടു എന്ന് പറഞ്ഞ് പിന്നെ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് കയറി വരുന്നത് പോലെയാണ് തോന്നിയത്. ഞാൻ വെള്ളം കുടിക്കാൻ ചേച്ചിയെ കൊണ്ട് പോയപ്പോൾ ഹാളിൽ വരെ കസേര നീക്കുന്ന സൗണ്ട് കേട്ടു. ഞാൻ ചീത്ത വിളിച്ച് ധൈര്യം സംഭരിച്ച് റൂമിലേക്ക് ഓടിക്കയറി. വല്ലാത്ത ദിവസമായിരുന്നു, തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ഇനി അടുത്തത് നവീൻ ഡാൻസ് മാജിക്. ലൈഫിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണിത്. സാധാരണ കേൾക്കുന്ന പ്രേതകഥകളോ പോലെ രൂപമോ ശല്യമോ ഒന്നുമല്ല. പക്ഷെ ഒരടച്ചിട്ട മുറിയുണ്ട്. പകൽ ശാന്തം, രാത്രി മാത്രം അസ്വസ്ഥം. പണ്ടൊരു നിർമ്മാണ അപകടത്തിന് ശേഷം അർദ്ധരാത്രികളിൽ ആ മുറിയുടെ മേൽക്കൂരയിൽ നിന്ന് ഉള്ളിലേക്ക് കൊട്ടുന്ന പോലൊരു സൗണ്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു. ആദ്യം കഥയെന്ന് കരുതി. പക്ഷെ പിള്ളേരും വാർഡനും ഒക്കെ ഒരേ ശബ്ദം കേട്ടതോടുകൂടി പേടി കൂടി. അവസാനം പള്ളിയിലച്ചൻ വന്ന ആ മുറിയും ഹോസ്റ്റലും വെഞ്ചരിച്ചു. എല്ലാം ശാന്തമായെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ശബ്ദം. ചിലർ വെളിച്ചം മിന്നി മായുന്നത് കണ്ടുവെന്ന് പറയുന്നു. അറിയാതെ ഞാൻ ഒരിക്കൽ ആ മുറിയിൽ കയറി വിശ്രമിച്ചിരുന്നു. പിന്നീടാണ് അത് പ്രേതമുറിയാണെന്ന് അറിഞ്ഞത്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും മനസ്സിൽ ആകാംക്ഷയും കുളിരും ബാക്കി. സത്യം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. എങ്കിലും ആ മുറി ഇപ്പോഴും നിഗൂഢത തന്നെയാണ്. ശ്രീലക്ഷ്മി പറ്റുമെങ്കിൽ ഇതുകൂടി മെൻഷൻ ചെയ്യണേ, കാരണം ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഡോക്ടർ മാളവിക ഉണ്ണി മാളു. വിശ്വാസമില്ലാത്തവർ ഗൗരവ് തിവാരി മിസ്റ്ററി കാണുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. കെട്ടുകഥയാണെന്ന് പറയുന്നവർ പ്ലീസ് പിൻ ദിസ് കമൻറ്റ്. ഒരിക്കലെങ്കിലും ഗൗരവ് തിവാരിയെ പറ്റി അറിഞ്ഞിരിക്കണം, റിയൽ സ്റ്റോറി. ഞാനിത് പറഞ്ഞുകൊണ്ട് ഇനി അത് പോയി തപ്പി കണ്ടുപിടിച്ച ഉള്ള മനുഷ്യന്മാരെ കൊണ്ട് കളഞ്ഞിട്ട് യൂട്യൂബിൽ ചേച്ചി കാരണമെന്ന് പറയില്ലേ. അമൃത അശോകൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബട്ട് നോട്ട് ലൈക്ക് ദിസ്. എനിക്കുണ്ടായത്, ഞാൻ എറണാകുളത്തായിരുന്നു വർക്കിംഗ്. അപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ. ഞാൻ എന്നും എൻ്റെ റൂമിൽ ആദ്യം ഉറങ്ങുന്ന ആളാണ്. ഞാനൊക്കെ ഉറങ്ങി ഒത്തിരി നേരം കഴിഞ്ഞാണ് റൂമിലുള്ളവരൊക്കെ ഉറങ്ങുക. അപ്പോൾ ഞാനങ്ങനെ അവർ ഉറങ്ങിയത് അറിഞ്ഞു എന്നൊരു ഡൗട്ട് വേണ്ട, അവർ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ഡേ നൈറ്റ് കിച്ചണിൽ ഞാനും റൂമിലെ ചേച്ചിമാരും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത ഡേ മോർണിംഗ് നേരത്തെ നമുക്ക് ടെമ്പിളിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് കിടന്നു. ഫോൺ നോക്കി. സാധാരണ നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേഗം ഉറങ്ങുന്ന ആളാണ് ഞാൻ. അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഓരോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഒരാൾ ഒരു ഉറക്കം കഴിഞ്ഞ് മുള്ളാൻ നീക്കുമ്പോഴത്തേക്കും
ഞാൻ ഗെയിം കളിച്ചിരിക്കുക. ആൾ എന്നെ കണ്ടിട്ട് അതൊന്നും പതിവില്ലല്ലോ എന്ന് ചോദിച്ചു. വീണ്ടും കിടന്നു. ടൈം ഒരു 2 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരു പേടി ഉള്ളിൽ. കണ്ണടയ്ക്കുമ്പോൾ കണ്ണ് തുറക്കാനുള്ള പ്രവണത, എന്തോ എൻ്റെ അടുത്ത് ഉണ്ടെന്നൊരു തോന്നൽ. അവിടെ ഒന്നുമില്ല. നമുക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ. എനിക്ക് എന്തൊക്കെയോ നെഗറ്റീവ് ഉള്ളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് 5:30 ആയപ്പോഴത്തേക്കും ചേച്ചി വന്ന് വിളിച്ചിട്ട് വാ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് കുളിക്കാൻ പോകുമ്പോൾ ഫോണിലേക്കൊരു കോൾ അമ്മയുടെ. സാധാരണ ആ ടൈമിൽ അമ്മ വിളിക്കാറില്ല. എന്താ ചോദിച്ചപ്പോൾ വല്യമ്മ മരിച്ചു എന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ എന്ന് പറഞ്ഞ അതേ ടൈമിൽ തന്നെ. അത് കേട്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ആയതുപോലെ തോന്നി. അതിനുശേഷം എപ്പോഴും എൻ്റെ പേടി മാറിയിട്ടില്ല. എൻ്റെ വല്യമ്മ പാവമാണ് കേട്ടോ, നല്ല പാവ സ്ത്രീ, ഒരു സന്തോഷവും കിട്ടാതെ പോയ സ്ത്രീ. അതിനുശേഷം എനിക്ക് അമ്പലത്തിൽ പോലും പോകാൻ തോന്നിയിട്ടില്ല ഒട്ടും. എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഒരു സന്തോഷവും കൊടുക്കാതെ ഒരു പാവത്തിൻ്റെ ജീവൻ പോയപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ഉൾക്കൊള്ളാൻ പറ്റാതായതുകൊണ്ടാവാം. ഇനി അടുത്തത് ഹൃതിക. ചേച്ചി പാർട്ട് 2 വേണം. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ മെയ് ടൈമിലാണ്. ഞാനും എൻ്റെ 2 കസിനും കൂടെ ഉണ്ട്. നൈറ്റ് ലിവിങ് ഹാളിലെ ഒരു വിൻഡോയിൽ കർട്ടൻ ക്ലോസ് ചെയ്തില്ല. എൻ്റെ റൂമിൽ നമ്മൾ 3 പേരും ബെഡിൽ ഇരിക്കുമായിരുന്നു. വിൻഡോയിലൂടെ ഒരു രൂപം കണ്ടു. അത് കസിനോട് പറഞ്ഞു. ബട്ട് അവർ അപ്പോൾ ഒന്നും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് കസിൻ ഒരാൾ വെള്ളം എടുക്കാൻ കിച്ചണിൽ പോയി തിരിച്ചു വന്നപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ ആരോ ഒരാൾ നിൽക്കുന്നു. ആ ടൈമിൽ വീട്ടിലെല്ലാവരും ഉറങ്ങുമായിരുന്നു. മോർണിംഗ് ഇതെല്ലാവരോടും പറഞ്ഞു. ബട്ട് ആരും വിശ്വസിച്ചില്ല. സ്വാഭാവികം. പിന്നെ ഷൈനിങ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് 4 ദിവസത്തെ ട്രിപ്പിന് ഊട്ടിയിൽ പോയപ്പോൾ 10ൽ പഠിക്കുന്ന കുറച്ച് ചേച്ചിമാർ ലബൂബുവിനെ വാങ്ങി. ഇത് പലവർക്കും തമാശയായിട്ട് തോന്നുമെങ്കിലും എനിക്ക് അവർക്കുണ്ടായ അനുഭവത്തെ പങ്കിടുകയാണ്. ഞങ്ങൾ ഗേൾസ് സ്കൂളിൽ നിന്നായിരുന്നു ട്രിപ്പ്. അതുകൊണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെ റൂമിൽ ഇരുന്ന് ഈ ലബൂബുവിനെ പറ്റി കഥകൾ പറഞ്ഞു. അങ്ങനെ അത് കേട്ട് ശ്വാസമുട്ടലുള്ള ഇത്തി റൂമിന് പുറത്തേക്ക് പോയി. അപ്പോൾ എന്തോ രൂപം കണ്ട് പേടിച്ചു ടീച്ചേഴ്സിനെ വിളിച്ചു. അന്ന് രാത്രി അവരാരും ഉറങ്ങിയില്ല. എന്നിട്ട് അവർ റൂമിൽ ആരൊക്കെയോ മുട്ടി എന്ന് പറഞ്ഞു. കൂടാതെ ആ ഇത്തിക്ക് ഭയങ്കരമായ ശ്വാസം മുട്ടലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേണ്ട എനിക്കതിനെ കാണണ്ട എന്നൊക്കെ പറയും. ഞങ്ങളുടെ റൂമിൽ ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും മുട്ടുന്ന സൗണ്ടുകളൊക്കെ ഞങ്ങളും കേട്ടിരുന്നു. ഞങ്ങളുടെ വലിയ റൂമാണ്. അതിലൊരു ബെഡുണ്ട്. ഞങ്ങൾ 6 പേർ ആ ബെഡിൽ കിടക്കുന്നത്. അതിനുശേഷം ടീച്ചർ അവരുടെ കയ്യിൽ നിന്നും ലബൂബുവിനെ വാങ്ങിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം ഊട്ടി മുഴുവൻ കറങ്ങാൻ പോയപ്പോൾ ആഗ്രഹം തോന്നി ഒരു ലബൂബിനെ വിനയ് വാങ്ങി. ടീച്ചർ അതറിഞ്ഞു. അത് ഒരു കാരണവശാലും ട്രിപ്പ് കഴിയാതെ പൊട്ടിക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ പൊട്ടിച്ചാൽ ടീച്ചർ അത് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. പിന്നെ അത് സ്കൂളിലും കൊണ്ടുവരുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ വാങ്ങിയ ലബൂബിനെ പൊട്ടിച്ചു. എങ്കിലും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. കൂടാതെ ആദ്യം പോയ മറയൂർ എന്ന സ്ഥലത്തായിരുന്നു. അവിടുത്തെ ഹോട്ടൽ റൂമിൽ നിന്നും താമസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജി അധികമാണെന്ന് പറയാറില്ലേ, അതുകൊണ്ടായിരിക്കാം. ഇത് ശരിക്കുമുള്ള കാര്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിലും എനിക്കിവിടെ പറയണം തോന്നി. ഇത് ഈ ഒരു വീഡിയോ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് കുറേ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും മിസ്സായി പോയാലേ 1-2 വീഡിയോ ഉണ്ട്. അതിൽ കയറി അങ്ങ് നോക്കിയാൽ അത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഷാനാസ് ആർട്ട് ഹബ്. ദർ ഈസ് സം നെഗറ്റീവ് എനർജി ഔട്ട് ദെയർ. 11th പഠിക്കുന്ന ടൈം വെക്കേഷൻ നാട്ടിൽ വന്നതായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് ചുമരും ചാരിയിരുന്ന ഫോൺ കളിക്കുകയായിരുന്നു ഞാൻ. ഹോളിൽ ബാക്കിയുള്ള കസിൻസൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്രില്ലാണ്. വൈൽ പ്ലേയിങ് ഓൺ ദ ഫോൺ ഐ ഫെൽറ്റ് സംവൺ പാസിങ് നിയർ മീ. ഞാൻ നൈബർ ചെക്കൻ ആണെന്ന് കരുതിയത്. പക്ഷെ അതുകൊണ്ട് ഫോണിൽ നിന്നും മുഖം ഉയർത്തിയില്ല. ബട്ട് ഒരാൾ പാസ് ചെയ്ത് പോകുന്നത് കണ്ടു. ബട്ട് വീടിന് വെളിയിലെത്താനുള്ള വഴിയിലേക്ക് പോയതുമില്ല. ഒരാൾ പാസ് ചെയ്തു, പെട്ടെന്ന് ഇല്ലാതായതുപോലെ. 2-3 സെക്കൻഡ്സിലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് അരികിലൂടെ ഒരാൾ പോകുന്നത് നമുക്കറിയാൻ പറ്റും. ആ രൂപം ഇല്ലാതായപ്പോഴാണ് ഞാൻ തല ഉയർത്തി നോക്കിയത്. അപ്പോൾ അവിടെ ആരുമില്ല. ഞാൻ വളരെ ഹാപ്പിയായി. വേറെ പേടിപ്പിച്ച് ആ ചിന്തയൊന്നും ഇല്ലാതിരുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു അനുഭവം. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു പേടി പെട്ടെന്ന് വന്നു. ഞാൻ അകത്തേക്ക് ഓടി. കുറച്ചു നേരത്തേക്ക് ഫുൾ വിറയലായിരുന്നു. എല്ലാവരും എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു. ബട്ട് ഐ എം ഷുവർ ഞാനൊരു രൂപം പാസ് ചെയ്ത് പോകുന്നത് കണ്ടതാണ്. പിന്നീട് നൈബറിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ നേരത്തെ ഇതുവഴി പോയിരുന്നോ എന്ന്. ഹീ സെഡ് നോ ആൻഡ് ഹീ ഈസ് കമ്മിങ് ഫ്രം ദ സെയിം വേ. അവൻ നേരത്തെ ഇതുവഴി പോയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് വേയിലല്ലേ വരിക. വാട്ട് ഐ ഫെൽറ്റ് വാസ് റിയൽ ആൻഡ് ബിലീവ് ദർ ഈസ് സം നെഗറ്റീവ് എനർജി. ഫോർ മീ ഇറ്റ്സ് ജിൻ, ഐ ബിലീവ്. ഇനി നസീമ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ കസിൻ ഉണ്ടായ ഒരു അനുഭവമാണ്. അവളൊരു ഹോസ്റ്റലിലാണ്. അവൾ ബാംഗ്ലൂരിലെ ഹോസ്റ്റലിലാണ്. ഒരു വെള്ളിച്ചായൻ രാത്രി മെസ്സിൽ നിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ചു. അയ്യോ, വെള്ളിച്ചായനല്ല കേട്ടോ, ഒരു വെള്ളിയാഴ്ചയാണ് രാത്രി മെസ്സിൽ നിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ചു.
അവർ ആകെ 6 പേരാണ്. ഒരാൾക്ക് ഭയങ്കര പേടിയാണ്. അവർ ഒരു എൻ്റർടൈൻമെൻ്റായി ഓജോ ബോർഡ് കളിച്ചു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 11:45 ആയിട്ടുണ്ടാകും. അവർ ഉറങ്ങുകയായിരുന്നു. അതിൽ എൻ്റെ കസിൻ്റെ ഫ്രണ്ട് ഉറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു ആൾ അവളുടെ പേര് വിളിച്ചു. ആരും കേട്ടില്ല, ഫ്രണ്ട് മാത്രം കേട്ടിരുന്നു. ഫ്രണ്ട് പേടിച്ചു. എന്നിട്ട് ഇരുന്ന് കസിനെ വിളിച്ചു. കസിൻ എന്താണെന്ന് ചോദിച്ചു. കസിൻ്റെ ഫ്രണ്ട് നടന്ന കാര്യം പറഞ്ഞു കസിനോട്. അപ്പോൾ സിസ്റ്ററിനെ വിളിച്ചു, ബട്ട് ഫോൺ എടുത്തില്ല. അവസാനം അപ്പോൾ അവർ ഇരിക്കുന്ന ടൈം കസിൻ ഒരാളെയും കൊണ്ട് സ്റ്റക്കായി. പിറ്റേ ദിവസം അവൾ തിരിച്ച് നാട്ടിൽ വന്നു. സിസ്റ്റർ ഉദ്ദേശിച്ചത് വാർഡനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. സന്മായ ഇങ്ങോട്ട് അക്കൗണ്ടിൽ എൻ്റെ അനുഭവം വലിയ കാര്യമൊന്നുമല്ല. ഞാൻ 7th പഠിക്കുമ്പോൾ നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വിചാരിച്ചു ഓജോ ബോർഡ് കളിക്കാമെന്ന്. കഴിഞ്ഞ വർഷവും ഞാൻ ക്യാമ്പിൽ നിന്നിരുന്നു. അപ്പോഴുള്ള 7th പഠിക്കുന്ന സീനിയേഴ്സും ഓജോ ബോർഡ് കളിച്ചിരുന്നു. അതുകൊണ്ട് നമുക്കും കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അവർ ആ ബോർഡ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കളിക്കണം എന്നുള്ള ചിന്ത വന്നത് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്യാമ്പിന് നമുക്ക് ഫോൺ കൊണ്ടുപോകാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഫോണിൽ സെർച്ച് ചെയ്ത് വരച്ചെടുത്തു. എന്നിട്ട് രാത്രിയായി കളിച്ചു. അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആർക്കും ഉറക്കം ഉണ്ടായില്ല. പേടിയായിട്ടൊന്നുമല്ല. അന്ന് നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ എൻ്റെ 2 ഫ്രണ്ട്സ് ബാത്റൂമിൽ പോയി. നമ്മളുടെ സ്കൂളിൽ നിന്ന് വലിയ ഒരു ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിൻ്റെ ഏറ്റവും അറ്റത്തുള്ളതാണ് ബാത്റൂം. അവരങ്ങോട്ടേക്ക് കയറാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൻ്റെ കൂടെ ചേച്ചി എന്ന് ചേർത്തൊരു കുട്ടി ഭയങ്കര സ്വീറ്റായിട്ട് വിളിക്കുന്ന പോലെ കേട്ടു. അവർ ചുറ്റും നോക്കി. ഇവരിങ്ങനെ പേടിച്ചോടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയി. അപ്പോൾ അവർ ഈ കഥ എന്നോട് പറഞ്ഞു. ഞാനും ചുറ്റും നോക്കി ആരുമില്ല. ഇത് നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചില്ല. പിന്നെ നമ്മളെ സീരിയസ് ആയിട്ട് മുഖം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോഴും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് കണ്ട് ഇൻസ്പയറായി ആരും ഓജോ ബോർഡ് ഉണ്ടാക്കി ചെയ്യാൻ നിൽക്കണ്ട. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കില്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ നമുക്ക് പണിയായാലോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. വെറുതെ ഉള്ള മനസമാധാനോട് കളയണ്ട. ആ വീഡിയോയിലെ കമൻറ്റ് തീർന്നു കേട്ടോ. കമൻറ്റ്സ് തീർന്നു. പിന്നെ ബോണി ജെ മൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മോളെ, പ്രേതം, ദൈവം, ഭൂതം അതൊന്നും ഇല്ല മോളെ. എല്ലാം മനുഷ്യർ സൃഷ്ടിച്ചതാണ്. ഇതിനൊക്കെ ഇന്ന് വരെ ഒരു തെളിവും ശാസ്ത്രീയമായിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. അതൊരുതരം ഡിസോർഡറാണ്, ചില ആളുകൾക്ക് മാത്രം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള പ്രേതം അല്ലെങ്കിൽ മറ്റാരോ ഇങ്ങനെയുള്ളവർക്ക് പ്രേതം അല്ലെങ്കിൽ മറ്റാരോ നമ്മളെ ഫോളോ ചെയ്യുന്നത് അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടും ഒക്കെ അനുഭവപ്പെടും. അതൊരു തരം ഡിസോർഡറാണ്, എല്ലാവർക്കും ഇല്ല. പക്ഷേ നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണത്. അല്ലാതെ ഇന്ന് വരെ പ്രേതം എന്ന സാധനം ഉള്ളതായിട്ട് ലോകത്ത് എവിടെയും ശാസ്ത്രീയമായി യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. സോ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നിൻ്റെ ഒരു ഡിസോർഡർ മാത്രമാണ്. ഇതിൽ ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വരെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഒരു ഡിസോർഡർ മാത്രമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ പറഞ്ഞത് ഇത് ഒരു ഡിസോർഡർ മാത്രമാണെന്നാണ്. പക്ഷേ ചേട്ടന് ഇത് പേഴ്സണലി എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞ ഒരു സാധനം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ പാടാകും. കാരണം ഒട്ടുമിക്ക ആൾക്കാർ ഇത് വിശ്വസിക്കില്ല. ഞാൻ ഇതിനൊന്നും അധികം ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. ഞാനും പ്രേതത്തിൻ്റെ പടമൊക്കെ കാണാറില്ല. അത് കണ്ടു വിട്ടു. എല്ലാ മനുഷ്യനും ഇരുട്ടത്തിറങ്ങാൻ പേടിയാണ്. അങ്ങനത്തെ പേടികളൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നും പറഞ്ഞ് ഇപ്പോൾ പ്രേതം വരും, നാളെ പ്രേതം വരും എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. എനിക്ക് ആ ഒരു സംഭവം ഒരു 3-4 വർഷത്തിന് മുന്നേ ഉണ്ടായത്. അതിനുശേഷം ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത നേരത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഷിബിമോൾ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്ന് ചേച്ചി എൻ്റെ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആക്കി ഇടുമോ? ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് മൺഡേ കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. സോ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിന് ഒരു പെൻസിൽ കിട്ടി. അത് അവൾ എടുത്ത് ഒരു റെഡ് കളർ പെൻസിലാണ്, ടിപ്പ് പർപ്പിൾ കളർ എറൈസർ. സോ അവൾ എടുത്തുകൊണ്ട് വന്ന് നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ആയപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ ക്ലാസ്സിൽ ലൈറ്റ് പോയി. ഞാൻ ആദ്യം ആ മൺഡേയിൽ നടന്ന കാര്യം ഓർത്തില്ല. അങ്ങനെ ബ്രേക്ക് ആയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഈ പെൻസിൽ ഇരുന്നാൽ നിനക്ക് ഡിപ്രഷൻ ആകും, നമുക്ക് തിരിച്ചു വെക്കാം എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ പോയി. ഫുൾ ഡാർക്കായിരുന്നു. വെച്ചിട്ട് വന്നപ്പോൾ അവൾ ഡോർ അടച്ചു. ഓട്ടോമാറ്റിക്കൽ ഡോറാണ്, എന്നാലും അടച്ചു. പെൻസിൽ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് ഒരു 5-8 സെക്കൻഡ് ആയപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ഡോർ താനെ അടയുന്നു. ഞാൻ ഷോക്കായി. സോ ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ്സിൽ ലൈറ്റ് വന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും ഷോക്കായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞങ്ങൾ 2 പേനയും ആ പെൻസിൽ എടുക്കാൻ പോയി. അങ്ങനെ എടുത്തപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അത് അവിടെ തന്നെ വെക്ക്, അതാണ് നല്ലത്. സോ പേനയും വെച്ചു. സോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ 3 പേരെയും പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ടോ എന്നറിയാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പെൻസിൽ അവിടെ ഇല്ല.
ബട്ട് കമ്പ്യൂട്ടർ ലാബിൻ്റെ ഫ്ലോറിൽ ഒരു പേപ്പർ ഞാൻ കണ്ടു. അതെടുത്തപ്പോൾ റെഡ് കളർ സ്കെച്ചിൽ കംപ്ലീറ്റ് ദിസ് ടു ഓവർ എന്നെഴുതി പേപ്പറിൻ്റെ ബാക്കിൽ റെഡ് കളർ കൊണ്ട് 6 ലൈൻസ് ക്രോസ് ചെയ്ത് എഴുതി. ഞങ്ങൾ 3 പേരും അതെടുത്തു. പ്ലീസ് ഇതൊരു സ്റ്റോറിയായി ഒരു വീഡിയോയിൽ പറയൂ. മൈ നെയിം ഈസ് ആരാധ്യ. പിന്നെ ഒരു വിഘ്നേഷ് 4356 എന്ന് പറഞ്ഞ അക്കൗണ്ട് എനിക്കിതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കത് റിയൽ ആണോ തോന്നലാണോ എന്നറിയില്ല. ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഇല്ല. ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ലാത്തതാണ്. മറ്റുള്ളവരുടെ തോന്നലിൽ നിന്നുണ്ടാവുന്നതാണെന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു റീസൺ അതാണ്. ചില സാധനം സയൻസിൻ്റെ അപ്പുറത്താന്ന് പറയത്തില്ലേ. ചില കേസിൽ ഇപ്പോൾ അവർ ജീവിച്ചിരിക്കില്ല, ഹോപ്പ് പോലും ഇല്ല എന്ന് പറയുന്നിടത്ത്, ഒരു ഹോപ്പും ഇല്ല എന്ന് പറയുന്നിടത്ത് അവർ തിരിച്ചു വന്ന സ്റ്റോറീസൊക്കെ ഇട്ടിട്ടില്ലേ. മരിച്ചു പോയി എന്ന് വിശ്വസിക്കുന്നവർ തിരിച്ചു വന്നു എന്നൊക്കെ. അതും നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ്റെ ഒക്കെ അപ്പുറത്തല്ലേ. അതുപോലെ എന്തോ അങ്ങനെ തോന്നുന്നു, ആർക്കറിയാം. ഇനി റെയ്മ ബിജോ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്കും അനുഭവമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് എന്തോ ഒന്ന് ഞാൻ കിടക്കുന്ന സൈഡിലൂടെ എന്നെ ടച്ച് ചെയ്തു പോയതുപോലെ. അന്നത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും പകൽ ഇവിടുത്തെ അച്ഛൻ മരിച്ചു പോയത് അദ്ദേഹത്തെ ഓരോന്ന് പറഞ്ഞിരുന്നു. അമ്മ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെക്കുറിച്ചും അമ്മയോട് ചൂടാവാറുള്ളതും എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അതാണോ ഇനി അച്ഛൻ റൂമിൽ വന്നതെന്ന് എനിക്കിപ്പോഴും ഒരു ഡൗട്ടുണ്ട്. കാരണം അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഞാനും ഹസ്ബൻഡും കിടക്കുന്ന റൂമിലായിരുന്നു കിടക്കാറ് എന്ന് അമ്മ പറഞ്ഞിരുന്നു. അച്ഛൻ മരുമകളെ കാണാൻ വന്നതാണോ ആവോ. പിന്നെ വാക്ക് വിത്ത് പാറു എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ഈ വർഷം എനിക്ക് 2 തവണ ഉണ്ടായിട്ടുണ്ട്. അടുക്കള രാത്രി ഒറ്റയ്ക്ക് നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ പുറകിൽ ഒരു നിഴൽ വന്ന് ഞാൻ ഓർത്തു എൻ്റെ ഹസ്ബൻഡാണെന്ന്. ബട്ട് അതൊരു നിഴലായിരുന്നു. എൻ്റെ ജീവൻ പോയി. അവിടെ എനിക്ക് വോയിസ് എടുക്കാൻ ആദ്യം പറ്റിയില്ല. പിന്നെ വിളിച്ച് കൂവി. പുറത്ത് പട്ടിയും കുരയ്ക്കാൻ തുടങ്ങി. എന്തൊക്കെയോ അയ്യോ ചത്ത് ജീവിച്ച 2 വട്ടം. ഉറങ്ങുമ്പോഴും ആരും അടുത്ത് കിടക്കണ പോലെ ഫീലാകും. പിന്നെ ഈ ബിസ്മി എസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് എനിക്കിതുപോലത്തെ എക്സ്പീരിയൻസ് നല്ലോണം ഉണ്ട്. ബട്ട് എൻ്റെ വീട്ടിലാണെന്നേ ഉള്ളൂ. ആ രൂപം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ റൈറ്റ് സൈഡ് തിരിഞ്ഞു കിടന്നപ്പോൾ ആണ് കണ്ടത്. നല്ലൊരു ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് തിരിഞ്ഞു കിടന്നതാ. എന്നെ നോക്കി ചെറുതായി കുഞ്ഞു തല തിരിച്ച് നോക്കണ ഒരു രൂപത്തെയാണ് കണ്ടത്. പറയാനറിയില്ല. ഞാൻ കുറച്ചു നേരം കണ്ണ് തുറന്ന് തന്നെ അത് നോക്കി. പിന്നെ അങ്ങ് കണ്ണടച്ചു. എന്നിട്ട് തോന്നപ്പോൾ ഒന്നുമില്ല. പിന്നെ എല്ലാ ഇൻസിഡൻറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് മറ്റേ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ. മനസ്സിലെപ്പോഴോ ഓർത്ത് വെച്ച സാധനങ്ങളൊക്കെ ഒരു ഇതിലങ്ങ് ഇമാജിനേഷൻ കയറിയിട്ട് വരുന്ന സംഭവങ്ങൾ. ഇനി കൃഷ്ണപ്രിയ MU4986 എന്ന് പറഞ്ഞ ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ പകുതി സ്റ്റോറി എൻ്റെയാണ്. ഇങ്ങനെ ഒരേ പോലെ 2 പേർക്കും സംഭവിക്കുന്നു. 2018 എനിക്ക് ഈ സംഭവം ഉണ്ടായത് അങ്ങ് ഹോസ്റ്റലിൽ. ഈ സെയിം കഥ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ള സെയിം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അതായിരിക്കും. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചിലക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ മാടത്തയുണ്ട്. അത് ഒച്ച എടുക്കുന്ന. ഓക്കെ, അന്നുണ്ടായ സംഭവത്തിലെ ഒരു കാര്യം കൂടി അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കും. അന്ന് കണ്ട പ്രേതരൂപം എങ്ങനെയുള്ളതായിരുന്നു? സൂരജ്. എന്നിട്ട് ഞാൻ അത് പറഞ്ഞിട്ട് വേണം എന്നെ പൊങ്കാലയുടെ അല്ലേ. പറയൂല. ഞാനിവിടെ ഒരു നെഗറ്റീവ് എനർജിയും ഒരു പേടി ഉണ്ടാക്കിയ ആൾക്കാർക്ക് അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സ്റ്റോറീസില്ല. ചിലപ്പോൾ സ്ലീപ്പ് പാരാലിസിസ് ആവാം. ചില കേസിൽ കണ്ടിട്ടില്ലേ, ഒരു ആഴയ മത്തായിച്ച എന്താ അതിന് സംസാരിച്ചൂടെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും വല്ലതൊക്കെ നിഴല് പോലെ അവിടെ നിൽക്കുന്നതായിരിക്കാം. അത് കൺഫേം ആക്കാതെ ചിലപ്പോൾ നമ്മുടെ പേടി ഉള്ളിൽ കിടന്നിട്ടാണ് നമ്മളത് ഒരു രൂപമായിട്ടൊക്കെ കാണുന്നതും ഉണ്ടാവാം. എല്ലാം ഒന്നും ഇതൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഞാൻ ഇത്ര ബലം കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് അത് അനുഭവിക്കുന്നവർക്ക് അറിയുമോ. അശ്വതി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചു. ആ ദിവസം ഞാൻ കുറേ കരഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ഇരുന്ന മേശയിൽ ഒരു വലിയ അടി കേട്ടു, ഇരുമ്പ് വെച്ചടിക്കുന്ന പോലെ. ആ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് മുബീന സമീർ പറഞ്ഞേക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട 6 മാസമായി. മരിച്ച 10 ഡേയ്സിനുള്ളിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഉറക്കമില്ലാണ്ടിരുന്ന ഞാൻ അന്ന് ദിവസം കണ്ണു പൂട്ടിപ്പോയി. 2:30 മണിയായി കാണും ആരോ വന്ന് ബെഡിലൊരടി. ഞാനും എൻ്റെ ഉപ്പായും ഞെട്ടി ഉണർന്നു. പിന്നീട് മേലെ റൂമിൽ നിന്ന് നടക്കുന്ന സൗണ്ട് ഓടുന്ന പോലെ. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവം. പിന്നെ സന്ധ്യ മഹാദേവ 6191 എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ എനിക്കും 2-ൽ കൂടുതൽ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നൈറ്റ് പുറത്തിറങ്ങിയപ്പോൾ മുന്നിൽ ഫേസ് ടു ഫേസ് എന്തോ ഒരു കറുത്ത രൂപം വന്ന് നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിലവിളിച്ചു. സെക്കൻഡ് ടൈം ഇതുപോലെ നൈറ്റ് കോഴിക്കൂടടയ്ക്കാൻ പോയപ്പോൾ പിറകിൽ ഒരാൾ നടന്നു വരുന്നത് പോലെ സൗണ്ടില്ല. ബട്ട് തല മുതൽ ഷോൾഡർ വരെയുള്ള നിഴൽ അടുത്ത് വരുന്നത് പോലെ ഞാൻ കണ്ടു. ഞാൻ ബ്രദറാണെന്ന് കരുതി തിരിഞ്ഞു നോക്കാണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പേടിപ്പിക്കാണ്ട് പോടാ എന്നൊക്കെ പറയണ്ടായിരുന്നു. കോഴിക്കൂട് അടച്ച് തിരിഞ്ഞപ്പോൾ പിറകിൽ ആരുമില്ല. ഞാൻ നിലവിളിച്ചപ്പോൾ ബ്രദർ, അമ്മ
അകത്തു നിന്ന് ഇറങ്ങി വരുന്നു. 3rd ടൈം സ്ലീപ്പ് പാരാലിസിസ് പോലെ ആയിരുന്നു, ദേഹത്തൊരാൾ കയറിയിരിക്കുന്ന പോലെ. ഞാനത് അവോയ്ഡ് ചെയ്തു. ബട്ട് നെക്സ്റ്റ് ഡേ ചേച്ചിയുടെ മോൾ ഞാൻ കിടന്ന അതേ ഭാഗത്ത് നോക്കി ഒരുപാട് കരഞ്ഞു. അവിടെ ആരോ ഉണ്ട്, ചുമരിൽ നടന്ന് കയറുക, പോ എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിന് ഫീവർ ആവുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം റൂമിൽ കറി ലീവ്സ് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ വെച്ച് അഴുകുമ്പോൾ ഉള്ളൊരു മണവും നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡേ റൂമിൽ കയറാണ്ട് ഹോളിൽ ഇരിക്കേണ്ടി വന്നു. ഇതിൽ കൂടുതൽ പിന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഫുൾ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചുരുക്കി ജസ്റ്റ് പറഞ്ഞതാണ്. ഞാനും ഇതിൽ വിശ്വസിക്കാത്ത ആളായിരുന്നു. പിന്നീട് അമ്പലത്തിൽ തിരക്കിയപ്പോൾ പറഞ്ഞു ചില നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ അറിയാൻ സാധിക്കുമെന്ന്. ബട്ട് അതിനപ്പുറം ഒരു സത്യകഥ എന്തെന്നാൽ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ വല്യച്ഛനൊഴികെ. ഇപ്പോഴും കറി ലീവ്സ് അഴുകുന്ന സ്മെൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് എനിക്ക് മാത്രമല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത്, കുറേ പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ ഒറ്റ ദിവസം കൊണ്ട് അവൾ വേറെ ഹോസ്റ്റൽ കണ്ടുപിടിച്ച് തൊട്ടടുത്ത ദിവസത്തെ മാറി. ഞങ്ങളെല്ലാവരും ഒരു ഡോർമെട്രിയിലായിരുന്നു കിടന്നിരുന്നത്, മുകളിലും താഴെയായിട്ട്. അപ്പം അവൾ ഡോർമെട്രിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്കറിയാൻ പറ്റും, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവൾ രാത്രി ബാത്റൂം പോകാമെന്ന് പറഞ്ഞു പോയി. ഞങ്ങളൊരു റൂമിൽ ഒരു 10-12 പേര്, ഒരു 5-6 ഡോർമെട്രി ഇങ്ങനെ അടുക്കിയിട്ടേക്കുക ഒരു റൂമിൽ. അതിൻ്റെ അകത്ത് കുറേ പേരുണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് അപ്പോൾ ഇവള് ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞ് പോയി. ഞാൻ ശരിക്കും കേൾക്കണ്ട ഇങ്ങനെ ഒരു സൗണ്ട്, മറ്റേ ഇങ്ങനെ ചിൽ സൗണ്ട്. അപ്പോൾ ഈ സാധനം അങ്ങ് അറ്റത്ത് നമ്മളങ്ങ് ദൂരെ നിന്നൊരു സൗണ്ട് കേട്ട് അതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമുക്കൊരിതറിയത്തില്ലേ. എനിക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇവൾ ഇങ്ങനെ ചെരുപ്പ് കൊണ്ട് ഓടുന്ന സ്റ്റെപ്പൊക്കെ പടയെന്ന് ഇറങ്ങുന്ന സൗണ്ടും അങ്ങനെയും കേൾക്കുന്നുണ്ട് ഞാൻ നടക്കുന്നതിൻ്റെ. ഈ സൗണ്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും ഇവൾ ഓടി പാഞ്ഞു റൂമിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് ഡോർമെട്രിയുടെ മേളിൽ കയറി. എന്നുവെച്ചാൽ അവൾ പേടിച്ച് ഇതായിട്ട് ഈ സൗണ്ട് അവളുടെ അടുത്തടുത്ത് വരുന്ന പോലെ പേടിച്ച് അത് ഇതായിരുന്നു. എന്നിട്ട് അവൾ പിന്നെ തൊട്ടടുത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഹോസ്റ്റൽ മാറിയില്ല. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോണിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് അനുവദിച്ച ഒരു ഫണ്ടുണ്ട്. അത് എൻ്റെ കയ്യിലോട്ട് കിട്ടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് എനിക്ക് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ടൊക്കെ അവൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഹോസ്റ്റൽ മാറാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് അത് മുടങ്ങിപ്പോയി. ഞങ്ങൾ ഇറങ്ങാനായിട്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഒരു കൂടെ ഉണ്ടായിരുന്ന കൊച്ചിൻ്റെ ഫാമിലിയിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല, അത്രയും നാളും സെറ്റായിരുന്നു. പിന്നെ കുറച്ച് നാൾ നിന്നു. പക്ഷേ പിന്നെ കൊറോണയൊക്കെ വന്ന് അധികം നാൾ നിൽക്കേണ്ടി വന്നില്ല. അത് കാരണം പിന്നെ കംപ്ലീറ്റ്ലി വീട്ടിലേക്ക് പോകുന്നു. അതായിരുന്നു സംഭവം. ഒരു 1.5 വർഷം 1.25 വർഷം അവിടെ നിന്നുള്ളൂ. പിന്നെ നെഹ്ല എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ശരിക്കും ഉള്ളതാണെന്നാണ് പറയുന്നത്. അന്ന് പഴയ കാലത്ത് വീട്ടിൽ പോയല്ലേ പ്രഗ്നൻസി ഒക്കെ ചെയ്യുന്നത്. അന്ന് അവരുടെ സ്ഥലത്ത് തന്നെ റോഡ് സൈഡിലുള്ളൊരു വീടുണ്ട്. അവിടെ പോയി നിന്ന് ഇങ്ങനെ എന്തോ ആണെന്നും പറഞ്ഞ് നൈറ്റ് ആയാലൊരു പെണ്ണ് ചിലങ്കി ഇട്ടിട്ട് ആർത്ത് വിളിച്ച് മുഴക്കി ഒച്ച ഉണ്ടാക്കി എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തുകൂടെ പോകുന്ന എന്നാണ് പറയുന്നത്. ശരിക്കും കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ലൈക്ക് എന്തോ ഒരു കാറ്റ് പോകുന്ന പോലെ സ്പീഡിൽ പോകും, ദൂരേക്ക് ഒച്ച ഉണ്ടാക്കി പോവും. നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് അത് എവിടെയോ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോവും. അന്ന് ഗ്രാൻഡ് മദർ ഞെട്ടി എഴുന്നേച്ച് നാട്ടുകാരെല്ലാവരും നോക്കി. ഇവിടെ ഒന്നും കണ്ടില്ല. ഇവിടെ എല്ലാവരും സൗണ്ടൊക്കെ കേട്ടായിരുന്നു. സെനലിന് 269. എൻ്റെ 2ാമത്തെ കുട്ടിയെ പ്രസവിച്ച് വീട്ടിൽ വന്ന ഒരു ദിവസം രാത്രി എൻ്റെ ബെഡിൻ്റെ സൈഡിലൊരു വെളുത്ത തുണി പോലെ വലിയൊരു രൂപം നിൽക്കുന്നത് പോലെ തോന്നി. കുറേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം കാരണം ഉറങ്ങുകയും പോയി. രാവിലെ എനിക്ക് സംശയം, ശരിക്കും കണ്ടോ ഇല്ലയോ. അമ്മയോട് പറഞ്ഞപ്പോൾ തോന്നിയതാവുമെന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് അവൾക്ക് 7 വയസ്സായി, മൂത്ത കുട്ടിക്ക് 9. ഒരു ദിവസം രാത്രി മൂത്ത കുട്ടി ഉറക്കത്തിൽ നിന്നിട്ട് അലറി കരയുന്നതാണ്. അതാ അമ്മ അത് നോക്കുന്നു, അതാ എന്ന് പറഞ്ഞ് പേടിച്ച് തിരിഞ്ഞു പോലും നോക്കിയില്ല. അമ്മയും അച്ഛനും ഓടി വന്നു. കൊച്ചിനെ എടുത്ത് ഞാൻ വിറച്ച് നിൽക്കുക. എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു വലിയ ആൾ വെള്ളത്തുണി ഇട്ട് നോക്കിയിരിക്കുന്നു. എൻ്റെ ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് മറന്നുപോയ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ്. രജിത KV എന്ന് പറയുന്ന ഡിലു X/Z എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചേച്ചി ഇനി ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓജോബോട്ട് ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യം ഗോസ്റ്റ് ഒന്നും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കാറ്റ് വീശി, ഒപ്പം തന്നെ അത് വന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സോൾ ഞങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മരിച്ചതെന്ന്. അപ്പോഴാണ് ആകെ സീനായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോളിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല. ഓജോ ബോഡിയിൽ നിന്ന് വൈറ്റ് കളർ സ്മോക്ക് വന്നു.
അത് കണ്ട് ഞങ്ങളൊക്കെ ഓടി. പിന്നെ അത് ഞങ്ങൾ കളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഉറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ അടുത്തുള്ളതുപോലെയൊക്കെ തോന്നുക. പിന്നെ സൗണ്ടൊക്കെ കേൾക്കുക. ഇത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഗെയിം കളിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. എൻ്റെ കൂട്ടത്തിൽ കളിച്ച ഒരു കുട്ടിക്ക് ബാധ കയറി. എന്നിട്ട് അത് പള്ളിയിലതിനെ വിളിച്ചെന്നിട്ട് കൊന്തയൊക്കെ വെഞ്ചരിച്ചിട്ട് കൊടുത്തപ്പോൾ ഒക്കെ ശരിയായി. പിന്നെ ഞാനത് ഹോസ്റ്റലിൽ നിന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് പോയി. വെറുതെ ആവശ്യമില്ലാത്ത പണിയൊക്കെ പോയിട്ട് നമുക്കറിയില്ല. നമ്മൾ മറ്റൊരാൾ ചെയ്തത് ചിലപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ നമുക്ക് വല്ല പണിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ എന്തിനാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ എന്തോ റിയൽ കണ്ടന്റ് മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറ്റേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കട്ടൻ അനങ്ങിയില്ല. ഞാൻ അമ്മയോ പെങ്ങളെയോ അനിയനെയോ നിർത്തി അങ്ങനെ ചെയ്യിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടേ, എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളുടെ വീട് ഭയങ്കര ചെറുതായിരുന്നു. ആ ഹോം ടൂറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. അപ്പോൾ സാധാരണ ഉള്ള വീടിനേക്കാളും കുറച്ചൊരു അടുത്തായിരിക്കും ഫാൻ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കർട്ടൻ കണ്ടത് അതിൻ്റെ പുറകിലൊന്നുമില്ല. അതൊരു ഭിത്തിയും ഒരു ജനലും മാത്രമാണ്. ആ ബാക്ക്ഗ്രൗണ്ട് വൃത്തികേടായതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കർട്ടൻ ഇട്ടേ. എന്തൊക്കെയാണോ പറയുന്നത്. അപ്പം അത് കാറ്റടിക്കുന്നതുകൊണ്ട് അത്രയും ഹൈറ്റിൽ മാത്രമാണ് ഫാനുള്ളത്. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ ആ കാറ്റുള്ളതുകൊണ്ടാണ് അതിങ്ങനെ ഒരു മൂവ്മെൻറ്റ്. അതെനിക്കറിയില്ല. അത് ആ സമയത്ത് ആ ഒരു മൂവ്മെൻറ്റ് വന്നതാണ്. അത് എഡിറ്റ് ചെയ്തപ്പോൾ ഞാനും കാണുന്ന ആ മൂവ്മെൻറ്റ്. പിന്നെ അക്കിർ എൻ്റർടൈൻമെൻറ്റ്സ് 2.0 എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം അത് 10 വർഷം മുന്നെയാണ്. എൻ്റെ 2 ആൺകുട്ടികൾ 6ഉം 3ഉം വയസ്സായിരുന്നു അന്ന്. എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ മുകളിലെ പോർഷൻ പണിതിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നില്ല. ചേച്ചിയും മക്കളും ദുബായിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വിസിറ്റിങ്ങിന് പോയപ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയ്ക്കും കൂട്ടായി ഞാനും മിക്കയും മക്കളും പോയി താമസിച്ചു. ഏപ്രിൽ മാസമായിരുന്നു. താഴെ ചൂട് കാരണം ഞങ്ങൾ മുകളിൽ പോയി കിടന്നു. ഹോളിൽ മാത്രമേ ഫാൻ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഉറക്കമുണർന്നു. ഞാൻ കണ്ടത് എൻ്റെ മക്കളുടെ നടുവിൽ ഒരു ആൺകുട്ടി, ഒരു 5 വയസ്സ് കാണും, എഴുന്നേറ്റ് പോകുന്നതാണ് കണ്ടത്. സമയം നോക്കിയപ്പോൾ 7 മണി. ആ സമയത്ത് അങ്ങനെയൊക്കെ കാണുമെന്നുള്ള തോന്നലായിരിക്കും എനിക്ക് എന്ന് കരുതിയെങ്കിലും കിളി പോയ അവസ്ഥയിൽ ഇരുന്ന് എന്നെ ഞെട്ടിച്ചത് ഇക്കയുടെ ചോദ്യമായിരുന്നു. ഒരു കുട്ടി ഇവിടെ നിന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് പോകുന്നത് കണ്ടല്ലോ എന്ന്. എന്താ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. മറുപടി കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ കണ്ട അതേ വേഷം, ബ്രൗൺ കളർ നിക്കർ. അതിനുശേഷം കണ്ടിട്ടില്ല. ഇപ്പോഴും കണ്ണിലുണ്ട് ആ രൂപം. ഇത്രയൊക്കെ കേട്ടിട്ട് സ്ലീപ്പ് പാരാലിസിസ് അതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു തേങ്ങയും പറയാനില്ല. കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് പാതി അബോധാവസ്ഥയിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് രാവിലെ ആയോ എന്നും പറഞ്ഞ് പല്ലും തേക്കാൻ പോകും. ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത് വൈകിട്ടായിരിക്കും. അതുപോലെയല്ല, എന്നാലും ഒരു പാതി ഒരു അബോധാവസ്ഥ. ആ ഒരു സമയത്താണ്. എന്നാൽ ബോഡി ഉണ്ടാവും, പക്ഷെ മൈൻഡ് അപ്പോഴും ഉണർത്തിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്താണ് സ്ലീപ്പ് പാരാലിസിസ് വരുന്നതെന്നൊക്കെ ഞാൻ കണ്ടത്. എൻ്റെ പൊന്നി നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ചേച്ചിമാരെ, ഞാൻ ആ സമയത്ത് ഉണർന്നിരിക്കുമായിരുന്നു. ശരിക്കും ബോധമുണ്ടായിരുന്നു എനിക്ക്. എനിക്ക് തന്ന ഒരു സംഭവം ഞാൻ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല. ഞാൻ ജസ്റ്റ് ഉണ്ടല്ലോ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ ചെറിയ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റോറി പറയുന്നല്ലോ. കുറച്ച് പേരൊക്കെ വന്നിട്ട് ഞാനത് വിചാരിച്ചില്ല. ചേച്ചി എന്താ പഠിച്ചേ, നല്ല ഇത് പറയുന്നത് കേൾക്കുമ്പോൾ രസമുണ്ട്, പിന്നെ എന്തുവാ നല്ല നല്ല സൗണ്ടാന്നൊക്കെ പറയുന്നു. ചേച്ചി നല്ല സൗണ്ടാണ് സംസാരിക്കുക, ഇനി സ്റ്റോറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ, നല്ല രസമുണ്ട് കേൾക്കാൻ എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ഷെയർ ചെയ്തതാണ്. പക്ഷെ അത് ഇത്രയും വരെ കണക്റ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ദയാ സരസ്വതി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് രാത്രി എൻ്റെ കാലിൽ കയറി പിടിച്ച് വൈറ്റ് ഡ്രസ്സ് ഇടൂ, എൻ്റെ ബെഡ് താഴെ വന്നിരുന്നു. ഞാൻ പേടിച്ചു പോയി. കാലിൽ കയറി പിടിച്ചത് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ 10 പഠിക്കുമ്പോൾ. ഇനി ഗായത്രി ഗൗരി 6303 എനിക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കാലിൽ പിടിച്ച് വലിക്കുന്നത് പോലെ. പിന്നെ നേരത്തെ 8 കൊല്ലം മുന്നേ ഒക്കെ എന്നെ ആരോ കിടന്നുറങ്ങുമ്പോൾ വന്ന് മുഖത്തടിക്കും. നല്ല വേദന എടുത്ത് ഞാൻ ഞെട്ടി എഴുന്നേക്കുന്നത് പോലെ. അതുപോലെ കുറേ കാലിൽ പിന്നെ പിടിച്ച് വലിച്ച് അതെപ്പോഴും ഇടയ്ക്കിടയ്ക്കുണ്ട്. മുഖത്തടിക്കുന്നത് തോന്നിയത് എൻ്റെ വീട് വിട്ടിട്ട് വേറെ വീട് മേടിച്ച വീട്ടിലാണ് അനുഭവപ്പെട്ടത്. പിന്നെ കാലിൽ പിടിച്ച് വലിക്കുന്നത് ഹസിൻ്റെ വീട്ടിൽ. ഇപ്പോൾ വേറെ വീട് പണിത് മാറി അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നു. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കും ഇപ്പോൾ. ഇനി അടുത്ത് ജോബിൻ വ്ളോഗ്സ്. അതിൻ്റെ അകത്ത് ഇതൊക്കെ ഒരു തോന്നലാണ്. എനിക്ക് പണ്ട് കുളിക്കാൻ പേടിയായിരുന്നു. കാരണം പ്രേതം അതുകൊണ്ട് ബാത്റൂമിൽ വാതിൽ തുറന്നിട്ടാണ് കുളിക്കുന്നത്. പക്ഷേ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ വീട്ടിൽ പറഞ്ഞു ഇനിയെങ്കിലും കതക് അടച്ച് കുളിക്കടയെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കതക് അടച്ച് കുളിച്ചു. പിന്നെ പേടി അങ്ങ് പോയി. പിന്നെ ഒറ്റയ്ക്ക് മുറിയിൽ കിടക്കാൻ പേടിയായിരുന്നു. പ്രേതമാണ് വിഷയം. അങ്ങനെ കൗൺസിലിങ്ങിന് പോയി. അവർ പറഞ്ഞു, മോനെ ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നീ വിചാരിക്കണം ഇത് മാറണമെങ്കിൽ. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ കിടന്നു.
പലതും മനസ്സിൽ വന്നു. പിന്നെ നിറഞ്ഞു കാഞ്ചന, അരുന്ധതി, എന്തിന്, ഇൻഗോസ്റ്റ് ഹൗസിലെ കിണറ്റിൽ നിന്നും കയറി വരുന്ന പ്രേതം വരെ മുറിയിലുള്ളതായി തോന്നി. എഴുന്നേറ്റ് പോകണമെന്ന് തോന്നിയപ്പോൾ കൗൺസിലർ പറഞ്ഞ കാര്യം മനസ്സിൽ വന്നു. ഞാൻ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ കിടന്നു. പിന്നെ കണ്ണു തുറന്നു അടുത്ത ദിവസമാണ്. അങ്ങനെ അതും പോയി. അതാണ് ഇതെല്ലാം മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. ഇതിൽ നിന്ന് പുറത്ത് വരാൻ പേടിക്കാതിരിക്കുക എന്നതാണ്. അപ്പോൾ ശരിയാവും. പക്ഷേ എനിക്ക് സ്ലീപ്പിംഗ് പാരാലിസിസ് കുയിൽ വീണ പോലത്തെ ഫീൽ ഉറങ്ങുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ വലിയ സംഭവമായിട്ട് കാണാതിരുന്നാൽ മതി. അങ്ങനെ കാണുമ്പോൾ നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല. പിന്നെ എല്ലാത്തിനും പേടിയായിരിക്കും. ഇനി സിനി സനിൽ. നെഗറ്റീവ് എനർജി ഉണ്ട്, സത്യമാണ്. പലർക്കും പലതരത്തിലും പല സ്ഥലത്തും വെച്ചായിരിക്കും. എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇങ്ങനത്തെ സംഭവം ഉണ്ടായത്. അതും ഒരു പ്രാവശ്യമല്ല 3 വട്ടം. ആദ്യത്തേത് ഭർത്താവ് കൂടെ ഉണ്ടായില്ല. ഞാനും എൻ്റെ കുഞ്ഞും കൂട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങുമായിരുന്നു. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ടില്ല. തറയിൽ മണ്ണിട്ട് അതിൽ ഷീറ്റിട്ടാണ് കിടക്കുന്നത്. ഈ ഷീറ്റ് ഇട്ട സ്ഥലത്താണ് അമ്മ കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ ഷീറ്റിൽ കൂടി നടക്കുന്ന പോലെ തോന്നി. എൻ്റെ അതേ തോന്നൽ അമ്മയ്ക്കും തോന്നി. ഞാനപ്പോൾ തന്നെ അമ്മയെ വിളിച്ചിട്ട് ലൈറ്റ് ഇട്ടു. പിന്നെ മുതൽ ലൈറ്റ് ഇട്ടാണ് ഉറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് വീട് സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ ഉന്തിയിട്ട് ഞാൻ മണ്ണിൽ തെറിച്ച് വീണു. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. പ്രസവം കഴിഞ്ഞ് 33 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉറങ്ങുമ്പോൾ ആരോ എൻ്റെ കാലിൽ പിടിക്കുന്ന പോലെ തോന്നി ഞെട്ടി എഴുന്നേക്കാറുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ആരുടെയെങ്കിലും കാലിൽ മുട്ടിച്ച് കിടക്കും. ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ല. അമ്പലത്തിൽ പോയി പൂജയൊക്കെ ചെയ്ത ശേഷം കുഴപ്പമില്ല. എന്നാലും ലൈറ്റ് ഓഫ് ചെയ്യില്ല. ദൈവത്തെ വിചാരിച്ചൊക്കെ കിടക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കിടക്കുക. ചിലത് നമ്മുടെ തോന്നലായിരിക്കാം, ചിലത് സത്യമായിരിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട വീഡിയോയിലെ കുറച്ചും കൂടെ ഞാൻ വായിക്കാം. അതോടുകൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ പരിപാടിയെ ഞാൻ നിർത്തുകയാണ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ഉണ്ടാവില്ല. എൻ്റെ ആ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള ടോപ്പിക്കിൽ ഒരു വീഡിയോ ഉണ്ടാവില്ല. ഇതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ മറ്റേ ആ ലാസ്റ്റ് വീഡിയോയിലെ കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിക്കാം. ഇത്ര നേരമൊക്കെ ആൾക്കാർ കേട്ടിരിക്കുന്ന പോലും എനിക്കറിയില്ല. കമൻറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം സംസാരിക്കുമ്പോൾ ഐക്കാർട്ടിലൊരു വീഡിയോ വരും. ആ വീഡിയോയിൽ കയറിയിട്ട് കമൻറ്റ്സ് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ കമൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വായിക്കാം. അതിലും കുറേ ആൾക്കാർ സ്ലീപ്പ് പാരാലിസിസ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് പറഞ്ഞ് ചില കമൻറ്റ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് കേട്ടോണേ, ഞാൻ പേരും വായിക്കാം. AK 71531 എന്ന് പറഞ്ഞ കമൻറ്റില്ലേ, ശ്രീലക്ഷ്മിയുടെ എല്ലാ കാര്യത്തിനും കാരണം കൊന്തയാണ്. ഒരു ഓം ലോക്കറ്റ് ഇട്ട് നോക്കി, എല്ലാം അറിയാം. എന്തുമാത്രം മഹത്വം. എൻ്റെ പൊന്നേ, ആ സമയത്ത് ഞാൻ പനിയുണ്ട്. ഞാനിപ്പോൾ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ആ സമയത്ത് ഞാൻ താമസിക്കുന്നത് ഒരു ക്രിസ്ത്യൻ കോൺവെൻറ്റ് ഹോസ്റ്റലിലാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ചരട് കെട്ടിയായിരുന്നു. പിന്നെ ഒരു ധൈര്യം. ഇപ്പം എന്താ അത് ഇന്ന ഇതിലുണ്ട് അങ്ങനൊന്നുമില്ല. സമയത്ത് എൻ്റെ കൂടെയുള്ള കൊച്ചൊക്കെ ക്രിസ്ത്യൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ഹിന്ദു ഏത് ഇതിലുള്ളവരാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണം. സിസ്റ്റേഴ്സിന് നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എല്ലാവരെയും മിക്കവരുടെയും കയ്യിൽ കൊന്തയൊക്കെ ഉണ്ട്, കൈക്കൊന്തയൊക്കെ. അപ്പോൾ ഞാനൊരു കൊന്ത വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അതിന് ഇത്ര വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മനസ്സും നന്നാവണം. അല്ലാണ്ട് ഓമിട്ടാലും കുരിശിട്ടാലും എത്തിട്ടിട്ട് ഒരു കാര്യമില്ല. അതങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ കറണ്ട് പോയി ഗൈസ്. അതുകൊണ്ട് റീലോഡായിട്ട് നിൽക്കുക. ഈ ഫോണിൽ നെറ്റില്ല, വൈഫൈ ആയിരുന്നു. വൈഫൈ കട്ടായി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കമൻസ് ഒക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഐക്കാർട്ടിൽ കണ്ട വീഡിയോ കയറി ചെക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര റെസ്പോൺസ് തന്ന കുറേ ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ വീഡിയോ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ട് കളിയാക്കണം എന്നറിയില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ കുറേ ആൾക്കാരിലേക്ക് ഇവിടെ എത്തിച്ച ഒരു വീഡിയോ ആണത്. ഞാൻ ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതുപോലത്തെ സപ്പോർട്ട് എനിക്ക് ഇനിയും മുന്നിൽ വേണം. ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ കണ്ടവർക്കും, നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടവർക്കും, ലൈക്ക് ചെയ്തവർക്കും, ഡിസ്ലൈക്ക് ചെയ്തവർക്കും. താങ്ക് യു സോ മച്ച്. ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയും ഈ ഒരു ടോപ്പിക്കും നമുക്കിവിടെ എൻഡ് ചെയ്യാനുള്ള ടൈമായി. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.